ഹലോ പ്രിയപ്പെട്ടവരെ. അതെ, ഈ മഴക്കാലമൊക്കെ പിടിക്കുമ്പോൾ ഞാൻ തലമുടി കഴുകുന്ന കാര്യത്തിൽ കുറച്ച് മടി പിടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 2 ദിവസം 3 ദിവസം ഒക്കെ തലമുടി കഴുകാതെ ഇരിക്കുമ്പോൾ എൻ്റെ തലമുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഞാൻ തലമുടി കഴുകാതെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ പിടിക്കുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. കുടുക്കുത്തുപാറ, ചുഴിയക്കോട്, ഇവിടെ എണ്ണപ്പന, ഇവിടെയൊക്കെ നിറയെ മരങ്ങളുള്ളത് കൊണ്ട് ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ മഴ പെയ്യുന്ന സമയങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ കൂടും. മാത്രമല്ല എൻ്റെ തലമുടി എനിക്ക് ഉണക്കിയെടുക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2-3 ദിവസം കൂടുമ്പോൾ തല കഴുകാൻ പോകും. അപ്പോൾ മുടി നല്ല രീതിയിൽ കൊഴിയുകയും ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തലമുടിയിൽ എണ്ണ വെച്ച് കുളിക്കാതിരിക്കുമ്പോൾ എൻ്റെ തലമുടി നല്ല രീതിയിൽ കൊഴിയാറുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള പരിഹാരം കണ്ടത്. കാരണം ഞാൻ 2018 എൻ്റെ തലമുടി കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഹെയർ പാക്കുകൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതും എൻ്റെ കാച്ചെണ്ണയിലൂടെയൊക്കെയാണ് എൻ്റെ തലമുടി തിരിച്ചു പിടിച്ചതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് 44 വയസ്സായിട്ട് എൻ്റെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം ഉള്ളതും ഒട്ടും നരയ്ക്കാതെ ഇരിക്കുന്നതും ഇത്രയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നതും ഒക്കെ കേട്ടോ. കാരണം എനിക്ക് പണ്ടും ഇത്രയും തന്നെ മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് താഴോട്ട് എനിക്ക് തലമുടി വളരത്തില്ല. ഇത്രയേ ഉള്ളൂ. അത് ഈ പ്രായത്തിൽ ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആശ്വാസം കാണുവാണ്. അപ്പോൾ ഞാൻ ഈ മഴക്കാലത്ത് തലമുടി കൊഴിയാതിരിക്കാനായിട്ട്, അതുപോലെ തലമുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ മഴക്കാലത്ത് എന്നെ പോലെ മടി പിടിച്ചിരിക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. അപ്പോൾ നമുക്കിത് എന്താണെന്ന് വേഗം കണ്ടിട്ട് വരാം. തലേ ദിവസത്തെ കുറുകിയ കഞ്ഞിവെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഇനോസിറ്റോൾ എന്ന ഘടകം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് തലമുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിക്കും. ഇതിലോട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നെല്ലിക്കാപ്പൊടി, ഇത് നല്ലൊരു ക്ലെൻസർ ആയിട്ട് വർത്തിക്കും. ബ്രഹ്മി അകാലനര തടയുവാനും നല്ല ഉറക്കം കിട്ടുവാനും ഒക്കെ ബ്രഹ്മി നല്ലതാണ്. മൈലാഞ്ചി അകാലനര തടയും, നല്ല തലമുടിക്ക് നിറം നൽകും. കയ്യോന്നി അതെ, അകാലനര തടയും, നിറം നൽകും. നീലാമരി അകാലനര തടയും, തലമുടി തഴച്ച് വളരുവാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം നമ്മുടെ തലമുടിയുടെ വോളിയത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു പ്രാവശ്യം ഹെയർ പാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഈ പൊടികളെല്ലാം കൂടെ ഒരു 1/2 സ്പൂൺ വീതമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആകെ 5 കൂട്ടം പൊടികളാണുള്ളത്. ഒരു കൈക്കണക്കിനൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതുപോലെ പൊടികൾ വാങ്ങി വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ തന്നെ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇത് ഞാൻ അരിച്ചപ്പോൾ കുറച്ച് അതിനകത്ത് തരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരുന്ന് പൊടികളൊന്നും കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ ഇലകളെല്ലാം കളക്ട് ചെയ്ത് വേറെ ഉണങ്ങിയിട്ട് ഒന്നിച്ച് പൊടിച്ച് വെക്കാം. നെല്ലിക്ക വേറെ ഉണങ്ങി പൊടിച്ച് വെക്കാം കേട്ടോ. ഇതിനി അടപ്പിന് ഹോളുള്ള ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് പാത്രത്തിൽ നിന്ന് കയ്യിലോട്ട് ഒഴിച്ചെടുത്തോ ഒക്കെ വിരൽ കൊണ്ട് മുക്കിയോ ഒക്കെ സ്കാൽപ്പിലും തലമുടിയിലും ഒക്കെ നല്ല രീതിയിൽ പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. പൊടി രൂപത്തിലുള്ള മരുന്നുകൾ ചേർത്ത് ഹെയർ പാക്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലമുടി കുറച്ച് ഡ്രൈ ആയി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പതിവ് പോലെ എൻ്റെ ഹെയർ ഓയിൽ എടുത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കി ഉപയോഗിക്കുന്നു. അതിലോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഈ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എണ്ണയിലെ തന്മാത്രകൾക്ക് കട്ടി കൂടുതലാണ്. അതൊന്ന് വിഘടിച്ച് ചെറുതാകുവാനും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നത്. എൻ്റെ തലമുടി നന്നായിട്ട് ജടക്കിട്ട് വീണ് കിടക്കുകയായിരുന്നതുകൊണ്ട് ഞാനത് എണ്ണയെല്ലാം ഉപയോഗിച്ചൊന്ന് മയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ചീപ്പ് ഉപയോഗിച്ച് ചീകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ജടക്കെട്ട് വീണ് കിടക്കുന്ന തലമുടി ഒരിക്കലും ആദ്യമേ ചീപ്പ് ഉപയോഗിച്ച് ചീവരുത്. എണ്ണമയമൊക്കെ പുരട്ടി കൊടുത്ത് പയ്യെ വിരലുകൾ കൊണ്ടൊക്കെ ഉടക്കൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് പല്ലകലുള്ളൊരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തലമുടിയിലെ ഉടക്കൊക്കെ മാറി മിനുസപ്പെട്ട് കിടക്കുകയും സ്കാൽപ്പിന് നല്ല രീതിയിൽ രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും കേട്ടോ. എണ്ണയൊക്കെ പുരട്ടി 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലുള്ള കുപ്പിയിൽ നിന്നാകുമ്പോൾ ദേഹത്തൊന്നും വീഴാതെ നല്ല രീതിക്ക് നമുക്ക് പുരട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് സ്കാൽപ്പിലും തലമുടിയിലും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. സ്പ്ലിറ്റ് എൻഡിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലമുടി ഇതുപോലെ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പിരിച്ച് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. സ്പ്ലിറ്റ് എൻഡിങ്സ് ഒക്കെ മാറാൻ നല്ലതാണ്. അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊടി രൂപത്തിലുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകണം. മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇനി പ്രത്യേകിച്ച് താളി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പൊടി നിശേഷം നീക്കം ചെയ്യാം. ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും തലമുടി കുറച്ചുകൂടെ സോഫ്റ്റ് ആവും, നല്ല ബലവും കട്ടിയുള്ളതായിട്ട് തോന്നുകയും ചെയ്യും. നെല്ലിക്കാപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ഇത് നല്ലൊരു ക്ലെൻസറായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നല്ല മിനുസവും ഉണ്ട് കേട്ടോ. ചീപ്പ് ഉപയോഗിച്ച് ചീകുമ്പോൾ നല്ല മിനുസത്തേക്ക് എടുക്കും. എൻ്റെ തലമുടി ഞാൻ എപ്പോഴും പിന്നിക്കെട്ടി ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു പൊടി പോലെ ചുരുണ്ട് കിടക്കുന്നത്. പക്ഷെ നന്നായിട്ട് ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കണ്ടോ നല്ല സ്ട്രൈറ്റ് ചെയ്തതുപോലെ നല്ല മിനുസത്തിൽ നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ ഇത് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ മഴക്കാലത്ത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.